പൊറോട്ട തയ്യാറാക്കാൻ ആദ്യം ബേക്കിംഗ് പൗഡർ 1 സ്പൂണ്, ആവശ്യത്തിന് ഉപ്പ്, 250 ഗ്രാം മാവാണത്, 2 മുട്ട, ഒരു 1 ഗ്ലാസ് ഓയിൽ, റിഫൈൻഡ് ഓയിലാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മയപ്പെടുത്തിയിട്ട് ഒരാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. മാവ് നന്നായിട്ട് കുഴച്ച് ഇനി അതിൻ്റെ മുകളിലൂടെ കുറച്ച് എണ്ണ ഇങ്ങനെ നന്നായിട്ടൊന്ന് തൂത്ത് 1 മണിക്കൂർ മാവൊന്ന് പുളിക്കാൻ വെച്ചേക്കണം. 1 മണിക്കൂറിന് ശേഷമാണ് നമ്മുടെ തരി ബോൾ പിടിച്ച് പൊറോട്ട ഉണ്ടാക്കുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞ് മാവ് നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ബോൾ പിടിച്ച് വെക്കണം. മാവെല്ലാം ബോൾ പിടിച്ച് വെച്ച് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് വീശിയെടുക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് മാവ് നന്നായിട്ടൊന്ന് മയമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇച്ചിരി എണ്ണ നന്നായിട്ടൊന്ന് തൂക്കണം. എന്നിട്ട് നമ്മൾ ഒരു കൈ ഇങ്ങനെ പിടിക്കണം, ഈ വിരൽ മാവിൻ്റെ അടിയിലും പിടിക്കണം, ഈ വിരൽ ഇങ്ങനെ മുകളിലും പിടിച്ചിട്ട് നന്നായിട്ട് വീശിയെടുക്കണം. ഇങ്ങനെ കറക്കി കൊണ്ടുവന്ന് നന്നായിട്ട് വീശിയെടുക്കണം. അപ്പം ഇതുപോലെ വലിഞ്ഞ് കിട്ടും. എന്നിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ചുറ്റി വെക്കണം. ഇതുപോലെ നമുക്ക് വീശിയെടുക്കണം. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചുട്ടെടുക്കണം. മാവെല്ലാം നമ്മൾ നന്നായിട്ട് വീശി ചുറ്റി വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരുന്നൊന്ന് മാവൊന്ന് സെറ്റാവണം. എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം. മാവിനെ ചൂടാൻ വേണ്ടി നന്നായിട്ടൊന്ന് പരത്തി എടുക്കണം. അതിലോട്ട് നന്നായിട്ട് ഇച്ചിരി എണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് വേണം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം പരത്തിയ പൊറോട്ട ഇട്ട് കൊടുക്കണം. പൊറോട്ട നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതെടുത്തിട്ട് നമുക്ക് അടുത്തതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പൊറോട്ടയ്ക്ക് കോമ്പിനേഷനായിട്ട് ചിക്കനാണ്. ചിക്കനെല്ലാം നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. അടിച്ച പൊറോട്ടയെല്ലാം ചുട്ടെടുത്ത് ഇനി അത് നന്നായിട്ടൊന്ന് ആക്കണം. ഇതിനിട്ട് ഒന്ന് നല്ല സോഫ്റ്റ് ആക്കണം. പെട്ടെന്ന് തന്നെ പൊറോട്ടയും ചിക്കന് റെഡി ആയിട്ടുണ്ട്. നമുക്കത് കഴിക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള ചിക്കന് പൊറോട്ടയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ടാക്കി കഴിക്കുക.